friends, welcome to my new vlog and today we are going to make beef steak. So let's try it. Amma special ആയിട്ട് ghee rice ഉം beef roast ഉം with beef steak ഉണ്ടാക്കുമ്പോൾ so let's go into the kitchen. Hi Amma. Hi. ഇന്നത്തെ സ്റ്റാർ ഷെഫ് എൻ്റെ അമ്മയാണ്, ഞാനല്ല. So let's go to her. ഇതിനു വേണ്ടി 4 പീസ് ബീഫ് നമ്മൾ നല്ലതായിട്ട് ഡ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഫസ്റ്റ് ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഒലിവ് ഓയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം രണ്ട് സൈഡും. അതിലേക്ക് വേണ്ടി കുറച്ച് പെപ്പർ പൗഡർ ഇടാം. എനിക്ക് അങ്ങനെ അളവൊന്നുമില്ലേ. കുറച്ച് പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് മറ്റലമുളക് ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിനകത്തോട്ട് ഇടാം. എന്നിട്ട് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് ഒലിവ് ഓയിലും കൂടെ നമുക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫിന്റെ മേലോട്ട് ഇതൊന്ന് ഈ അരപ്പൊന്ന് തേച്ചു കൊടുക്കാം. The oil has been heated up. ഒലിവ് ഓയിലാണ്. Put the steak. Let's put some garlic. Some herbs. This is called rosemary. ഓ, അവളെ ഇട്ടോ ഇതിനകത്ത്. പപ്പായ്ക്ക് റോസ്മേരി ഇഷ്ടം. Some butter. ജ്യൂസ് എടുത്ത് ഇച്ചിരി മേലിടുക. Because taking the oil plus butter, putting on the top of the steak. The steamed up. That's the style. This is oregano. Oregano എടുക്കണം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നോക്കണം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് മല്ലിയില ഇടുന്നത് നല്ല, പക്ഷേ എൻ്റെ മല്ലിയില തീർന്ന് ഗീ റൈസ് ഉണ്ടാക്കിയപ്പോൾ അപ്പം ഞാൻ കുറച്ച് റോസ്മേരി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തോട്ട് കുറച്ച് നമ്മുടെ ബീഫ് സ്റ്റീക്ക് വെന്ത ആ കുറച്ച് ഓയിലും കൂടെ വേണമെങ്കിൽ കുറച്ച് ഓയിലും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതുകൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ മാഷ്ഡ് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ ഒരു ഡെക്കറേഷന് വേണ്ടി വെക്കാം, പക്ഷെ അത് ഇപ്പോൾ അവൈലബിൾ അല്ല. ഇത് എൻ്റെ അമ്മേൻ്റെ സ്പെഷ്യൽ ഗീ റൈസാ. ബീഫ് സ്റ്റീക്കിന് സൈഡ് ഡിഷായിട്ട് ബീഫ് കറി കാണിക്കാം. ആഹാ, നല്ല ബീഫ് റോസ്റ്റ്. പെട്ടെന്ന് ഫുഡ് തരൂ, വിശക്കുന്നു. How is it?
റോസ്മേരി എടുത്തിട്ട് കഴുകിയ റോസ്മേരി എടുത്തിട്ട് അതിന് വേണ്ടിയിട്ടിട്ട് ബട്ടർ അതിന് വേണ്ടിയിട്ടിട്ട് 5 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ട് പിന്നെ മാഷ് പൊട്ടാറ്റോസ്. Thank you for watching this video. Please like, share and subscribe, and please do comment and stay tuned. Bye bye.